ഇത് ഞാനൊരു ചക്ക പായസം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചക്ക ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചക്ക ചുള അന്ന് ചക്ക നേരാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുളയെടുത്തിട്ട് ഒന്ന് ഞങ്ങൾ എല്ലാവരും കഴിച്ച ശേഷം കുറച്ച് ബാക്കി വന്നു. അപ്പോൾ അതിന് രാത്രി കുറച്ച് അതിനാവശ്യമുള്ള ഒരു 5-6 വെള്ളം ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം രാവിലെ ആറിയിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് മാറ്റിയതാണിത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കണം. നന്നേ വരട്ടണ്ട, പായസം വെക്കാനല്ലേ. എടുത്ത് വെക്കാനാണെങ്കിൽ കുറേ നേരം ഇട്ട് വരട്ടണം കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി കട്ടിയിൽ വരണം എടുത്ത് വെക്കാനാണെങ്കിൽ. ചക്ക വരട്ടിയത് പറയില്ലേ അതിൽ. ഇതിപ്പോൾ അതിനല്ല, ഞാൻ പായസം വെക്കാനാണ് കേട്ടോ. പിന്നെ കുറച്ച് ഒരു ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അതിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെക്കണം. അല്ലാണ്ട് വരട്ടിയത് ഞാൻ എടുത്ത് വെക്കില്ല. ഇതിലിപ്പോൾ ചക്ക നെയ്യിട്ട് വരട്ടി ഒരുപാട് ആവണ്ടാവല്ലേ. ഇപ്പോൾ കുറച്ച് മാറ്റട്ടെ കേട്ടോ. ഞാനിന്ന് കുറച്ച് മാറ്റി. ഇനി അതിലേക്ക് കുറച്ച് ഒരു അരിപ്പൊടി കുറച്ച് 1 സ്പൂണ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതൊന്ന് ഒരു കൊഴുപ്പ് കിട്ടാനും. ചക്ക തനിയെ വെക്കാൻ പറ്റില്ല പറയും, അതുകൊണ്ടാട്ടോ. 1 സ്പൂണ് ആ 1 സ്പൂണ് അരിപ്പൊടി കലക്കിയത് ഒഴിച്ചൊന്ന് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. ഇത് തിളച്ചിട്ട് തെറിക്കും കേട്ടോ. കുറച്ച് മാറി നിൽക്കണം. അതിലേക്ക് ചക്ക വെട്ടി അധികം വെല്ലം ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ പായസത്തിന് വേണ്ട മധുരം വേണ്ടേ. അതിനത് വെല്ലം കുറച്ച് ഞാൻ അങ്ങനെ ആക്കി വെച്ചതിന് പാവാക്കി വെച്ചതിന് എനിക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. മധുരം ആവശ്യമുള്ളത്ര വെല്ലം. അത് ഞാൻ അളവ് പറയാത്തത് നിങ്ങളുടെ ചക്ക എത്ര അത് നോക്കിയിട്ട് മധുരവും ഇതൊക്കെ എടുത്താൽ മതി. അതിലേക്ക് ആ വെള്ളപ്പാവ് ഒഴിച്ചില്ലേ. ഞാനിത് തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ. ഇത് 1ാം പാൽ. ഇത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. 2ാം പാൽ ഒഴിക്കുന്നത്. ഇതാട്ടോ. ഇത് ചക്ക ഒരുവിധം കുറുകി വന്നിട്ടുണ്ട് തിളച്ചിട്ട്. ഇതിൽ 2-3 ഏലക്ക ചതച്ചതാണ് അത് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1ാം പാൽ ഒഴിക്കുക കേട്ടോ. 1ാം പാലാണ്. ഇത് ഒഴിച്ച് അധികം തിളയ്ക്കണ്ട. ഇത് വന്നാൽ മതി കേട്ടോ. കണ്ടോ. ഇതിന് മാറ്റിയിട്ട് കുറച്ച് തേങ്ങ വറുത്തിടണം കേട്ടോ. അതിന് ഞാൻ നെയ്യ് 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇത് തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ. അതിലേക്ക് ചക്ക പായസം റെഡി.